എന്നാലും പറയട്ടെ, സംജോത എക്സ്പ്രസ് 2007 ഫെബ്രുവരി 68 പേർ കൊല്ലപ്പെട്ടു. പ്രസാദ് ശ്രീകാന്ത് പുരോഹിത് എന്ന ആർമി ഉദ്യോഗസ്ഥൻ പിന്നീട് പിടിച്ചു. അഭിനവ് ഭാരത് എന്ന സംഘടന, നിങ്ങളുടെ സംഘപരിവാറുമായി ബന്ധമുള്ള സംഘടനയുടെ ആളാണ്. അതിനെക്കുറിച്ച് അങ്ങ് ഇതേപോലെ നിഷേധിക്കുമോ? 2011 ജനുവരി 8 സ്വാമി അസീമാനന്ദ RSS പ്രചാരകൻ കുറ്റസമ്മതം നടത്തി. അതിനെ നിങ്ങൾ നിഷേധിക്കുമോ? അജ്മീർ ദർഗ അറ്റാക്ക് ഒക്ടോബർ 11, 2007 അതിനെയും നിങ്ങൾ നിഷേധിക്കുമോ? മെക്ക മസ്ജിദ് ഹൈദരാബാദ് ബോംബിംഗ് മെയ് 18, 2007 അതിനെയും നിങ്ങൾ നിഷേധിക്കുമോ? അപ്പം ഹിന്ദുത്വ തീവ്രവാദവുമുണ്ട്, ഇസ്ലാമിൻ്റെ പേരുള്ള തീവ്രവാദമുണ്ട്. ഇതുണ്ട് എന്ന് തുറന്നു പറയുമ്പോൾ തികട്ടലാകുക എങ്ങനെയാണ്? ഇതൊരു ഫാക്റ്റ് അല്ലേ, ഒരു യാഥാർത്ഥ്യമല്ലേ? ശരി ശരി, ശ്രീ ഒ അബ്ദുള്ളയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ രമേശ് അതിനുള്ള മറുപടി ചുരുക്കം വാക്കുകൾ. റിയാസെ, ഞങ്ങൾ ഇതിനൊന്നും നിഷേധിക്കുന്നില്ലല്ലോ. രാജ്യത്ത് മാവോ തീവ്രവാദമുണ്ട്. ഹിന്ദു സംഘടനകൾ, ഹിന്ദു എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടനകളുണ്ട്. അത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും അവരെയൊന്നും നിയമപരമായി സംരക്ഷിക്കാൻ ഒരു സംഘപരിവാറില്ല. മുഹമ്മദ് റിയാസ് ഇവിടെ പറഞ്ഞ ഒരു പേരും സംഘപരിവാർ സംഘടനകളല്ല. ഞാൻ പറഞ്ഞല്ലോ, ചിദംബരം ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പഠിച്ച പണി 18 ഭൂതക്കണ്ണാടി വെച്ച് നോക്കി ഈ സംഭവത്തിൽ എവിടെയെങ്കിലും ഒരു സംഘപരിവാർ സംഘടനകളെ ബന്ധപ്പെടുത്താൻ സാധിക്കും? അവസാനം ഒരു രക്ഷയുമില്ലാതെ, ഒരു പേര് പോലും പരാമർശിക്കാൻ സാധിക്കാതെ അന്വേഷണ ഏജൻസികൾ മുട്ടുമടക്കി. അതിനുശേഷമാണ് റിയാസെ ഗുജറാത്തിലെ എൻകൗണ്ടർ വിഷയം വരുന്നത്. ആ വിഷയത്തിൽ നിങ്ങൾ ഞങ്ങളെ പ്രതികൂട്ടിലാക്കാൻ നോക്കി. ഇപ്പൊ പി ചിദംബരം എവിടെ നിൽക്കുന്നു നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. പി ചിദംബരം എങ്ങനെയാണ് കോടതിയിൽ സത്യവാങ്മൂലം മാറ്റാൻ വേണ്ടി അന്നത്തെ ആഭ്യന്തര സെക്രട്ടറിയെ എങ്ങനെയാണ് പ്രേരിപ്പിച്ചതെന്ന് അദ്ദേഹം വിളിച്ചത് കൊണ്ടുവന്നല്ലോ. അപ്പൊ UPA ഗവൺമെന്റ് കാലത്ത് നടന്നിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ശരി ശരി, ഒരൊറ്റ കാര്യം കൂടി രമേശ്, ഒരൊറ്റ കാര്യം കൂടി, എന്നിട്ട് എനിക്ക് ശ്രീ ഒ അബ്ദുള്ളയിലേക്ക് പോകണം. ഒരൊറ്റ കാര്യം കൂടി. ഇപ്പോൾ അങ്ങ് പറയുകയുണ്ടായി റിയാസ് ഉദ്ധരിച്ച ഈ സംഭവങ്ങൾക്ക് സംഘപരിവാറുമായി എന്തെങ്കിലും ബന്ധമുള്ളതായി എവിടെയെങ്കിലും സൂചനയുണ്ടോ എന്ന്. നരോദ പാട്ടിയ കേസ്, മായ കൊട്നാനി അകത്ത് കിടക്കുന്നു, എന്താണ് മറുപടി? വേണു, അങ്ങനെയാണെങ്കിൽ 47 ആഗസ്റ്റ് മാസം 14 ഇവിടെ കലാപങ്ങൾ എടുക്ക്. 1, 2, 3 കലാപങ്ങളല്ല, 10,000 ലക്ഷക്കണക്കിന് കലാപങ്ങൾ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അതും ഭീകരവാദത്തെയും നിങ്ങൾ കൂട്ടിയോജിപ്പിക്കരുത്. കലാപങ്ങൾ പങ്കെടുത്തുള്ള ആളുകളുണ്ട്, അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികൾപ്പെട്ട ആളുകളും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പല സംഭവങ്ങളിലായിട്ട്. എന്താ നിങ്ങൾ അതിനെക്കുറിച്ച് പറയാത്തത്? അത് രണ്ടായിട്ട് കാണുന്നത്. ശരി ശരി, കലാപത്തെയും ഭീകര പ്രവർത്തനത്തെയും രണ്ടായി കാണുക എന്നത്. പക്ഷേ ഭീകരവാദ പ്രവർത്തനത്തിന്റെ സ്വഭാവമുള്ള കലാപം എന്ന നിലയിലെ നരോദ പാട്ടിയെ കാണാൻ കഴിയൂ. ശ്രീ എം ടി രമേശ്, ഞാൻ തിരികെ എത്താം. അതിൽ നമുക്കിനി വലിയ തർക്കത്തിലേക്ക് പോകേണ്ട. അടുത്ത റൗണ്ടിൽ താങ്കൾക്ക് വേണമെങ്കിൽ അതിന് മറുപടി പറയാം. രമേശ് മറുപടി പറയാൻ അവസരം തരാം. വേണു തർക്കിക്കണം. നിങ്ങൾ അങ്ങനെ ഒറ്റ വാക്ക് സ്റ്റേറ്റ്മെന്റ് നടത്തി പോകാൻ പാടില്ല. അതിനാണല്ലോ ഞാൻ അതിലേക്ക് മറുപടിക്കുള്ള അവസരം തന്നത്. ചർച്ചയെങ്കിലും ഞാൻ പറയാം, 47 ആഗസ്റ്റ് മാസം 14 മുതൽ ഈ രാജ്യത്ത് നടന്ന എല്ലാ കലാപങ്ങളെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തു. 48 മുതലുള്ള കണക്കെടുക്കുക എന്ന് പറയുന്നത് ഇപ്പൊ സാധ്യമല്ലല്ലോ. അവിടെ നിൽക്കട്ടെ. അത് ശ്രീ ഒ അബ്ദുള്ള, ഇവിടെ ഈ മലപ്പുറത്തെ സംഭവം ഇത് ചില സന്ദേശങ്ങൾ നൽകുന്നില്ലേ? സന്ദേശങ്ങൾ നൽകുന്നു എന്ന് വെച്ചാൽ അത് മുസ്ലിം സമൂഹത്തിൻ്റെ മുറിവേൽക്കപ്പെട്ട മനസ്സിൻ്റെ നേർക്ക് കണ്ണാടി പിടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തിന് അഖിലാഖിനെ പറ്റിയുള്ള പരാമർശം വരണം? എന്തിന് അതുമായി ബന്ധപ്പെട്ട് ഇര ആക്കപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രതികാരം ഇനിയും വരുന്ന ആളുകളിൽ കാണാനിരിക്കുന്നു എന്ന മുന്നറിയിപ്പ് നൽകണം? ആൾനാശമൊന്നും സംഭവിപ്പിച്ചിട്ടില്ല കൊല്ലത്തായാലും മലപ്പുറത്തായാലും. എന്ന് വെച്ചാൽ ഒരു കാര്യം കൂടി വ്യക്തമാണ്, ഇത് സൂചനാ സ്ഫോടനങ്ങളാണ് എന്ന്. എന്തുകൊണ്ട് ഈ അമർഷം ഈ രൂപത്തിൽ കോടതികളുടെ വളപ്പിൽ പ്രകടിപ്പിക്കപ്പെടുന്നു? എന്തുകൊണ്ട് ഈ അഖിലാഖിൻ്റെ കൊലപാതകത്തിന് ശേഷം ഇന്ത്യൻ മനുഷ്യാവകാശത്തിൻ്റെ മേഖലയും ഇന്ത്യൻ നീതിന്യായ സംവിധാനവും പങ്കിലമാക്കപ്പെട്ടു എന്ന ഒരു വലിയ മുദ്രാവാക്യം എഴുതി ഈ സംഭവ സ്ഥലത്ത് ഇട്ടതിന് ശേഷം പോകണം? സ്ഫോടനത്തിൻ്റെ ആഘാതമല്ല ചർച്ച ചെയ്യേണ്ടത്, അതിലൂടെ അവർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങളാണ്, അവരവിടെ ഉപേക്ഷിച്ചു പോയിരിക്കുന്ന വാചകങ്ങളുടെ ശക്തിയാണ് വിലയിരുത്തപ്പെടേണ്ടത്. ദേശരാജ് സിംഗ്, ഞാൻ പറയാം. അതിനു മുമ്പ് MT രമേശിന് ഒരു മറുപടി പറയേണ്ടതുണ്ട്. ആ മറുപടി തീരെ പറയാതിരിക്കാൻ പറ്റില്ല. എനിക്കും ഈ നമ്മുടെ മുഹമ്മദ് റിയാസിൻ്റെ അസുഖമുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ത്യയിലുടനീളം ഇത്തരത്തിലുള്ള സവർണ ഫാസിസത്തിൻ്റെ മേധാവിത്വം മേൽക്കൈക്ക് വേണ്ടിയിട്ട് ആസൂത്രിതമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനങ്ങൾ ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നതായ സംഘപരിവാർ അതിന് വിവിധ രൂപങ്ങളിൽ അവതരിക്കുമ്പോൾ അത് സംഘപരിവാറാണ് രമേശ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ സ്വക്കളാണോ എന്ന് ചോദിക്കുന്നതായി MT രമേശിൻ്റെ അസുഖത്തെ സംബന്ധിച്ച് നമുക്ക് വേറെ ചർച്ച ചെയ്യാം.
അത് ഇപ്പോൾ ഇതിൽ പറയേണ്ടതല്ല. അങ്ങനെ ഒരാൾ ചെയ്യുന്നത് കള്ളനെ പിടിക്കുമെന്ന് പറഞ്ഞ് കള്ളൻ ഓടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കള്ളനെ പിടിക്കേണ്ട മറ്റുള്ളവരെ പിടിക്കുമെന്ന് പറയാൻ പറ്റില്ല രമേശേ. അത് നമുക്ക് പറയേണ്ടത് മറ്റൊരു കാര്യമാണ്. ഇന്ത്യയിൽ ഇന്നോളം നടന്ന മിക്കവാറും സ്ഫോടനങ്ങളുടെ സംഭവങ്ങൾ മുഴുവൻ സംയുക്ത എക്സ്പ്രസ് ആരാ പറയുന്നത്? ഞങ്ങളാരെങ്കിലും പത്രങ്ങളാരും പറയുന്നതാണോ, അല്ലെങ്കിൽ ഞങ്ങളുടെ പോലെയുള്ളതായ വർഗീയവാദികൾ പറയുന്നതാണോ? അസിമാനന്ദ എന്ന് പറയുന്ന ആരാ? അസിമാനന്ദ ഞങ്ങളുടെ ആളല്ല എന്ന് പറയുന്നത് അവിടെ വെച്ച് ഗുജറാത്തിലും അന്ന് പിന്നെ യോഗം നടത്തിയതിൻ്റെ നേതൃത്വം വഹിച്ചതാരാ? ഇതൊന്നും ആർക്കും അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ കൊട്ടനാനി എന്ന് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യമന്ത്രി ആയിരുന്നില്ല, അവർക്ക് എന്ത് ബന്ധം എന്ന് പറയുന്നു? ജയിലിൽ പിടിച്ചടക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ആരാ? അദ്ദേഹം ശിവസേനയുടെ നേതാവായ താക്കൂർ. അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞത് ആരാ? ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായിരുന്ന എൽ കെ അദ്വാനിയാ പറഞ്ഞത് പ്രജ്ഞാ സിംഗ് താക്കൂറിനെ ജയിലിട്ട് അടക്കുന്നത് ശരിയല്ല, അവർക്ക് നിയമസഹായം നൽകുന്നതാണെന്ന്. നേരെ മറിച്ച് മുസ്ലിങ്ങളായ തീവ്രവാദികൾ പിടികൂടപ്പെടുമ്പോൾ അവർക്ക് കേസ് വാദിക്കാൻ പാടില്ല, അവരെ ഒരു നിലക്കും തന്നെ അവർക്ക് വേണ്ടി വാദിക്കാൻ പാടില്ല എന്ന് ബാർ അസോസിയേഷനുകൾ തീരുമാനിക്കുന്നു. വല്ല വക്കീലും അതിനുവേണ്ടി വാദിക്കാൻ വരുമ്പോൾ അവരെ തല്ലിക്കൊന്നിട്ടില്ലേ? അസോസിയേഷൻ ബാർ ഒന്നുണ്ടെന്ന് തീരുമാനിക്കും. അതേ അവസരത്തിൽ ഈ പറയുന്ന അസിമാനന്ദക്ക് വേണ്ടി താക്കൂറിന് വേണ്ടിയിട്ടും വക്കീലന്മാരെ രക്ഷിക്കുന്നു. അത് പോട്ടെ, ഞാൻ പറയുന്നത് വേണുവിൻ്റെ ചോദ്യത്തിന് മറുപടി. എന്തിന് ദേശരാജ് സിംഗ് എന്ന് പറയുന്നതായ സംഘപരിവാറുകാരൻ യു.പിയിലെ മുസ്ലിം പള്ളിയിൽ പട്ടിയുടെ ശവം കൊണ്ടിട്ടു? എന്തിന് അവിടുത്തെ ക്ഷേത്രത്തിൽ പശുവിൻ്റെ ശവം കൊണ്ടിട്ടു? ഇതെന്തിൻ്റെ സൂചനയാണ്? അതുപോലത്തെ ഒന്ന് തന്നെയാണ് മിക്കവാറും മലപ്പുറത്ത് നടത്തിയിട്ടുണ്ടാവുക. മലപ്പുറത്തെ തിരഞ്ഞെടുക്കുന്നു, അവിടെ പിന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ബില്ലാദിനെ പടമിടുന്നു, അതുപോലെയുള്ളതായ ചില പിന്നെ ബേസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അൽഖായിദയുടെ പരിഭാഷ ഉണ്ടാക്കുന്നു. ഇതെല്ലാം പറയുന്നത് ഇതിവിടെ മുസ്ലിങ്ങളുടെ തീവ്രവാദമാണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് കൽപ്പിച്ച് കൂട്ടി ചെയ്യുന്നതായ ഒരു വേലയായിക്കൂടെ എന്ന് എന്തുകൊണ്ട് വേണുവിനൊരു ഉപചോദ്യം ചോദിച്ചുകൂടാ? ഈ രാജ്യത്ത് മറ്റൊരു അജണ്ടയുമില്ലാതെ, വർഗീയതയല്ലാതെ ഈ സവർണ ഫാസിസ്റ്റുകൾക്ക് ഒരു അജണ്ടയുമില്ല. അത് നടപ്പാക്കാൻ വേണ്ടി വളരെ വ്യവസ്ഥാപിതമായി ആസൂത്രിതമായി ചോദ്യവും ഉപചോദ്യങ്ങളുമല്ല പ്രശ്നം. ഇവിടെ അന്വേഷണ ഏജൻസികൾ വൃത്തികെട്ട ശ്രമം ബഹുമാനായ നമ്മുടെ എം ടി രമേശും അവരുടെ സംഘടനയും അവസാനിപ്പിക്കാത്തിടത്തോളം കാലം ഈ രാജ്യത്ത് ഓരോ ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ തുടരും. ഞങ്ങൾ എല്ലാ തരത്തിലുള്ള സ്ഫോടനങ്ങളെ എതിർക്കുന്നു. മുസ്ലിം ഭീകരന്മാരെ അടിച്ചമർത്തണം. മുസ്ലിം ഭീകരന്മാരെ ഒരു നിലക്കും ഞങ്ങൾ അനുവദിക്കില്ല. അതുപോലെ പറയാൻ എം ടി രമേശ് തയ്യാറുണ്ടോ? ശ്രീ ഒ അബ്ദുള്ള, താങ്കൾ ഇപ്പോൾ പറയുകയുണ്ടായി ചോദ്യങ്ങൾക്ക് ഉപചോദ്യങ്ങൾ ചോദിക്കണമെന്ന്. പക്ഷേ അതൊക്കെ ഒരു ആത്മസംതൃപ്തി നൽകുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇതൊരു സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട, നിയമ സമാധാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, വലിയ ആപത്തുകൾ ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഗൗരവത്തിൽ പരിശോധിക്കുമ്പോൾ അന്വേഷണ ഏജൻസികൾ ഈ കാര്യത്തിൽ എത്രമാത്രം നിഷ്പക്ഷവും കാര്യക്ഷമവുമായി മുന്നോട്ട് പോയി എന്നതാണ് പ്രസക്തമായ ചോദ്യമായി വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ അങ്ങിപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളുമുണ്ടല്ലോ, സംഘപരിവാർ ഭീകരവാദത്തിൻ്റെതായി, അതെല്ലാം അങ്ങ് ഉദ്ധരിക്കുന്നത് അതത് ഘട്ടത്തിലെ അന്വേഷണ സംവിധാനങ്ങൾ നടത്തിയ കണ്ടെത്തലുകളുടെ പിൻബലത്തിലാണ്. ഈ കേരളത്തിൽ നാമമാത്രമായെങ്കിലും ആൾനാശം ഉണ്ടാകാതെയാണെങ്കിലും നടന്ന സ്ഫോടനങ്ങളുടെ ഗൗരവം ചുരുക്കി കണ്ടുകൂടാ. അന്വേഷണ ഏജൻസികൾ ഏതളവ് വരെ പോയി, എന്തുകൊണ്ട് കാര്യക്ഷമമായ അന്വേഷണം നടക്കാതെ പോകുന്നു? അവിടെയാണ് ഈ പറയുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഇടം കിട്ടുന്നത്. എം ടി രമേശിനെ പ്രസക്തനാക്കുന്നത് ഇത്തരം ഈ പറയുന്ന രൂപത്തിലുള്ള ഉത്തരവാദിത്ത നിർവഹണത്തിലെ രാഷ്ട്രീയമായ ഇടപെടലോ അതിൻ്റെ കൃത്യതയോടെയുള്ള പുരോഗമനം ഏതെങ്കിലും സംഭവങ്ങൾക്ക് വഴിവെക്കുമെന്ന ആശങ്കയൊക്കെ ആകുന്നു. ശ്രീ അബ്ദുള്ള മറുപടി. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് കണ്ണൂരിൽ ഒരു CPM പ്രവർത്തകൻ ഒരു BJP പ്രവർത്തകൻ വധിക്കപ്പെടുമ്പോൾ അതിൻ്റെ വിശദീകരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇടയ്ക്കിടെ റിപ്പോർട്ട് ചോദിക്കുന്നുണ്ടല്ലോ, ഇന്നും ചോദിച്ചു. അവിടെ എന്താ കണ്ണൂരിൽ BJP-കാരൻ RSS-കാരൻ കൊല്ലപ്പെടുന്നു, അവിടെ മരിക്കേണ്ടത് എപ്പോഴും CPM-കാരനല്ലേ? CPM-കാരൻ മരിക്കാൻ വിധിക്കപ്പെട്ടവൻ കൊല്ലപ്പെടാറുണ്ട്. അതിന് വിശദീകരണമല്ല. മറുഭാഗത്ത് എപ്പോഴും വിശദീകരണം ഞാൻ ചോദിക്കുന്നു, ഈ തരത്തിലുള്ള 1-2 സംഭവങ്ങൾ, സ്ഫോടന സംഭവങ്ങൾ, ആളുകൾ കൊല്ലപ്പെട്ടിട്ടില്ല, എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് വിശദീകരണം ചോദിച്ചുകൂടാ? നമ്മളാരും അല്ലല്ലോ സെക്രട്ടേറിയറ്റ് ഭരിക്കുന്നത്. ആ ഭരിക്കുന്ന ഭരണകക്ഷിയുടെ ഏതെങ്കിലും പ്രതിപക്ഷത്തോ ഞങ്ങൾക്കാർക്കും ബന്ധമില്ല. നമ്മൾ ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകരാണ്. ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് അന്വേഷണം പൂർത്തിയാക്കുന്നില്ല? ഞാൻ പറയട്ടെ, കണ്ണൂരിൽ നിന്ന് അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ കുറേ ആൾക്കാർ ഈ ഇറാഖിലേക്കും അതുപോലെ തന്നെ യമനിലേക്കും ആട് നോക്കാനും മറ്റുള്ളതിനൊക്കെ പോയി. ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിം സംഘടന അതിനെ അംഗീകരിച്ചോ? 100% തള്ളി പറഞ്ഞില്ലേ? ഇതുപോലെ തന്നെ നേരത്തെ അബ്ദുറഹ്മാൻ രണ്ടത്താണി പറഞ്ഞ പോലെ മലപ്പുറത്ത് നിലനിൽക്കുന്നതായ സാമുദായിക സൗഹാർദ്ദം
ആ സൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെ പോകാനും കേരളത്തിലെ മുസ്ലിങ്ങൾ ഒന്നടങ്കം തയ്യാറാണ്. ഒരർത്ഥത്തിൽ ഞാൻ പറഞ്ഞതായി വാചക ചാനൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇറാഖിലോ സിറിയയിലോ ആണ് ഞാൻ ജീവിച്ചിരിക്കൊണ്ടിരുന്നെങ്കിൽ എന്ന് എൻ്റെ പ്രസംഗം കേസരി പത്രം ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് ഹിജറ പോരാൻ തയ്യാറാണ്. കാരണം ഇത്രയും സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി ജീവിക്കാൻ കഴിയുന്ന എന്തെല്ലാം പോരായ്മകൾ ഉണ്ടെങ്കിലും ഇന്ത്യയിലുള്ളതുപോലെ മഹത്തായ ഒരു ഒരു ഭാഗത്ത് മിക്കവാറും നിങ്ങൾ അകലം പ്രാപിക്കുകയാണ് ഇത്തരം ഗ്രൂപ്പുകളിൽ നിന്ന് എങ്കിൽ ഈ പ്രശ്നത്തിന്റെ ഗൗരവം കുറയാൻ പോകുന്നില്ല. താങ്കൾ അകലം പാലിച്ചാൽ, താങ്കൾ എന്ന് വെച്ചാൽ വ്യക്തിപരമായി പറയുകയല്ല, അകലം പാലിച്ചാൽ അത് MT രമേശ് എതിർവാദമായി ഞങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ ഈ ഹിന്ദു തീവ്രവാദത്തിന്റെ ഭാഗമായി ചൂണ്ടിക്കാട്ടാൻ എന്ന മറുചോദ്യം ചോദിക്കുന്നത് പോലെ ആകുന്നുള്ളൂ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണോ ഇത് ചെയ്തത്? ഞങ്ങൾ അകലത്തിൽ തന്നെ നിൽക്കുകയാണ്. ഞങ്ങൾ അല്ലല്ല ശ്രീ അബ്ദുള്ള, താങ്കളിലേക്ക് തിരികെ എത്താം. ഞങ്ങൾ ഈ സമൂഹത്തിന്റെ ഭദ്രതയെ അങ്ങനെ തന്നെ സൂക്ഷിക്കുന്നതിന് വേണ്ടി തുടർന്നും പ്രവർത്തിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റ് സ്ഥലങ്ങളെക്കാൾ വ്യത്യസ്തമായൊരു സാഹചര്യം കേരളത്തിലുണ്ടല്ലോ. അങ്ങ് പ്രതിനിധീകരിക്കുന്ന പാർട്ടി അധികാരത്തിലിരിക്കാറുണ്ടല്ലോ 5 കൊല്ലം വീതം. അതൊരു വലിയ പ്രാതിനിധ്യം കൂടിയാണല്ലോ ആ സമുദായത്തിന് കിട്ടുന്നതും. അത് ചുരുക്കി കണ്ടുകൂടല്ലോ. ഇത്തരം ശക്തികൾ നിങ്ങൾ ഭരണത്തിലിരിക്കുമ്പോഴും ഉത്തരവാദപ്പെട്ട ഭരണ സംവിധാനത്തിൻ്റെ എതിർപക്ഷത്ത് പ്രതിപക്ഷമായി ശക്തമായി പ്രവർത്തിക്കുമ്പോഴുമൊക്കെ ഈ ഛിദ്രശക്തികൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിൻ്റെ തലനാരിഴ കീറിയുള്ള പരിശോധനയിലേക്കും അന്വേഷണത്തിലേക്കും എന്തുകൊണ്ട് പോകുന്നില്ല? നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അത് ഏതോ തരത്തിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന വിമർശനത്തിന് വഴിവെക്കുന്നു. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുകയും CPM ഭരിക്കുകയും ചെയ്യുമ്പോൾ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി ആ നിലയിലേക്ക് പോകുന്നില്ല എന്നും പറയുന്നു. ഈ 2 സംഘപരിവാർ വാദങ്ങൾക്കും വഴിവെക്കുന്നത് നിങ്ങൾ ഈ കാര്യത്തിൽ കാട്ടുന്ന ഒളിച്ചുകളിയാണ് ശ്രീ രണ്ടത്താണി. വേണുവല്ല, അത് ചരിത്രത്തോട് നീതി പുലർത്താത്തൊരു ചോദ്യമാണ്. കാരണം കേരളത്തിൽ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ സ്വന്തം സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്നപ്പോഴും എല്ലാ നഷ്ടവും സഹിച്ചുകൊണ്ട് അതിനെ എതിർത്ത് തോൽപ്പിച്ചവരാണ് ഞങ്ങൾ. സത്യത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി ആ കാര്യത്തിലെടുത്ത ധീരമായ സമീപനത്തെ ആർക്കും അവഗണിക്കാൻ കഴിയില്ല. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അതിലെടുത്ത ധീരമായ തീരുമാനം എന്നും ചരിത്രത്തിൽ രചതരേഖയായി കിടക്കുകയാണ്. ഞങ്ങളുടെ പാർട്ടിയുമായി നിലപാടെടുക്കുന്നു. അതേ സമയത്ത് തന്നെ ഈ രാജ്യത്തെ മറ്റ് ഫാസിസ്റ്റ് ശക്തികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന, രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒട്ടേറെ പ്രവണതകളുണ്ട്. അതിനെയും നാം കാണണം. ഇവിടെ പറഞ്ഞതിനെ ചെറുതാക്കി കാണിക്കുകയല്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സുബ്രഹ്മണ്യ സ്വാമി നടത്തിയ പ്രസംഗം എന്താണ് മലപ്പുറം ജില്ലയിലെ ഹൈന്ദവ സമുദായത്തിന് യോഗം നടത്താൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ടോ? മലപ്പുറം ജില്ലയിൽ ആരെങ്കിലും ഹൈന്ദവ സമുദായത്തെ ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടോ? അതിനപ്പുറം മലപ്പുറത്ത് ഇവിടുത്തെ പന്നി പ്രസവിക്കുന്നത് പോലെ സ്ത്രീകൾ പ്രസവിക്കുന്നു എന്ന് ഏത് കോണിൽ നിന്നാണ് ഒരു ആരോപണം ഉയർന്നത്? അതുപോലെ തന്നെ ഇവിടുത്തെ മദ്രസകൾ ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ന് പ്രചരിപ്പിക്കുന്ന എന്തിനാണ്? ഒരിക്കലും സത്യത്തോട് നീതി പുലർത്താത്ത ഒരു കുപ്രചരണം രാജ്യത്ത് അഴിച്ചുവിട്ട് ആ കുപ്രചരണത്തിനെ ഒന്നടങ്കം അതിനെ വാർത്താമാധ്യമങ്ങളിൽ കൊണ്ടുവന്ന് ആട്ടിനെ പേപ്പട്ടിയാക്കി അത് എറിഞ്ഞു കൊല്ലുന്ന ഒരു പ്രവണത ഇവിടെ ചിലർ ഉയർത്തിക്കൊണ്ടുവരുന്നു. അത് ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നതാണ് ഇവിടെ ഈ ചർച്ചയിൽ എല്ലാവരും ചൂണ്ടിക്കാണിച്ചത്. അത് എല്ലാവർക്കും ബാധകമാണ്. അങ്ങനെ ഒരു വിഭാഗം ഉയർത്തിക്കൊണ്ടുവരുന്നുവെങ്കിൽ അതിനെ നീതിപൂർവ്വം ഈ നാട് സത്യസന്ധമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെറുത്ത് തോൽപ്പിക്കപ്പെടേണ്ടതാണ്. ഞങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള ഉത്തരവാദിത്തം അവരും നിർവഹിക്കട്ടെ. ഞങ്ങൾ മുസ്ലിം സമുദായത്തിനിടയിൽ അങ്ങനെ ഭീകരവാദം വന്നാൽ, തീവ്രവാദം വന്നാൽ എന്ത് നിലപാടെടുത്തും ഞങ്ങളത് എതിർത്തിട്ടുണ്ട്. അതുപോലെയുള്ള നിലപാട് മറ്റുള്ളവരും എടുക്കണം. ഇവിടെ മതത്തിന്റെ പേരിൽ രാജ്യത്ത് അപകടമുണ്ടാക്കുക, ഇരുട്ടിന്റെ മറവിൽ നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ഈ കശ്മീർ റിക്രൂട്ട്മെന്റ് കേസിലെ അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ട് അതെങ്ങും എത്താതാക്കിയത് എന്തുകൊണ്ട്? അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ടു എന്നൊക്കെ എൻ്റെ സുഹൃത്ത് റിയാസിയോടെ പറഞ്ഞൊരു ആലങ്കാരിക പ്രയോഗമാണ്. അങ്ങനെ പിരിച്ചുവിടലൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഒരു അന്വേഷണ സംഘം ആ അന്വേഷണ സംഘത്തിൻ്റെ അവരുടെ അന്വേഷണം അവസാനിപ്പിച്ചാൽ അത് വീണ്ടും വേണമെങ്കിൽ ഇനിയും ആവർത്തിക്കാമല്ലോ. ഇപ്പോൾ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. അങ്ങനെ തോന്നുന്നുവെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്നൊരു പാളിച്ച ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇന്ന് കേരളം ഭരിക്കുകയാണ്, അന്വേഷണം ആരംഭിക്കാമല്ലോ. ആരാണ് ഇവിടെ അന്വേഷണത്തിനെതിരെ? എന്തിനാണ് സംശയിക്കുന്നത്? ഒരു നിമിഷം ഞാൻ എല്ലാ അതിഥികളിലേക്കും വരാം, റിയാസിലേക്കും വരാം. എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് അന്വേഷണത്തിൽ അർദ്ധ മനസ്സ് എന്തുകൊണ്ട്. ഇടവേളയ്ക്ക് ശേഷം